ഇന്ന് നല്ലൊരു അടിപൊളി ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരായിട്ട് ആരും കാണത്തില്ല എന്നറിയാം, എന്നാലും അറിയാത്തവർ കാണും. അപ്പം ഈ രീതിയിലൊന്ന് ഞണ്ട് റോസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പം നാടൻ രീതിയിലുള്ള ഒരു ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞണ്ട് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരു സവാള, ഒരു കൈ നിറച്ചും ചെറിയ ഉള്ളി, പിന്നെ തക്കാളി വേണം കേട്ടോ, ഒരു വലിയൊരു തക്കാളി വേണം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 6 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ പീസാണ് വെളുത്തുള്ളി. അപ്പം ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഞാൻ ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഇനി പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നമുക്ക് എന്നിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഭയങ്കര എരിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് എരി അങ്ങ് പിടിക്കത്തില്ല ഭയങ്കരമായിട്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച ചവയൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരും. പിന്നെ ഇഞ്ചി അടി പിടിക്കും, ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലായിട്ടുണ്ടേ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 6 ഞണ്ടേ ഉള്ളൂ, അതിൻ്റെ കാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു സവാളയും ഒരു പിടി ചെറിയ ഉള്ളി എടുത്തത്. അപ്പം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറ് വരെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുഴഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര എരിയായിരിക്കും 1 ടീസ്പൂണൊക്കെ ചേർത്താൽ. അങ്ങനെ 1 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പം 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പിരിയം മുളക് പൊടിയാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ പൊടികളും കൂടി ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കാൻ മറന്നു കേട്ടോ. എപ്പോഴും ഉപ്പ് ചേർക്കാൻ ഞാൻ മറന്നു പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് വേണ്ട, കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചേക്കണേ. അടച്ചു വെച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞ് നമുക്ക് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഈ ഞണ്ട് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് അതിൻ്റെ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താലേ പിന്നെ അത് ഒന്ന് റോസ്റ്റായി വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാട്ടോ 1/4 ഗ്ലാസ് വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഞണ്ടിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങുമല്ലോ. അപ്പോൾ നല്ല തിളച്ച് നല്ല കുറുകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകാനുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ അരപ്പ് എടുത്തത്. ഒരുപാടങ്ങ് ലൂസും അല്ല, നല്ലൊരു റോസ്റ്റ് രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചിരി കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളകോ മസാലപ്പൊടിയോ ഉപ്പോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം, ടേസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റും കേട്ടോ.
അപ്പം നമ്മുടെ അടിപൊളി ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്തു. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത് വെക്കുക കേട്ടോ. വേറെ ഒന്നിന് വേണ്ടിയിട്ടല്ല, ഒന്ന് ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. അപ്പം ഞണ്ട് റോസ്റ്റ് റെഡിയായി. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബായ്.